86/2025 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ഡിസ്കഷനാണ്. അതിൻ്റെ മാത്സ് പാർട്ടാണ്. ഒരു സംഖ്യയുടെ 45% 270 ആയാൽ സംഖ്യ എത്രയാണ്? അപ്പോൾ ഒരു സംഖ്യ എന്ന് പറയുന്നത് എക്സ് എന്ന് എടുക്കുക. ഓക്കെ, സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ എത്രയാണ്? 45% എന്തെന്ന് പറയുന്നത് 270 ആണല്ലോ. അപ്പോൾ 270. അപ്പോൾ ഇതിനകത്തുനിന്ന് എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ എക്സ് ഈസ് ഈക്വൽ ടു 270 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 45 എന്ന് വരും. 270 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 45 നമ്മൾക്ക് വെട്ടി ക്രിയ ചെയ്താൽ 9 ഇൻറ്റു 5 45, 5 ഇൻറ്റു 5 25, 4 വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ 6. അപ്പോൾ 6 ഇൻറ്റു 100 എന്ന് പറയുന്നത് എത്ര? 600. സോ ആൻസർ ഈസ് 600 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം എന്ന് പറയുമ്പോൾ എത്ര? a + 9d അല്ലേ. 9d എന്ന് പറയുന്നത് 20നും 20ാം പദം അതായത് a + 90d എന്ന് പറയുന്നത് എത്ര? 10 ആണെന്ന് തന്നിട്ടുണ്ട്. അതേ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആദ്യ പദം എത്രയാണെന്ന്. സോ ഇതിനെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന ടേം ഇവിടെ നിന്ന് പോകും. സോ ഡി കിട്ടും നമുക്ക്. ഇവിടെ ഇപ്പോൾ 10 ഈക്വൽ ടു എന്തെന്ന് കിട്ടും? -10 എന്ന് കിട്ടും. 10d എന്ന് കിട്ടും. സോ ഡി എന്ന് പറയുന്നത് നമുക്ക് -1 എന്ന് കിട്ടും. -1 എന്ന് കിട്ടും. അപ്പോൾ ഡിയുടെ ഈ മേളിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ എ ഈസ് ഈക്വൽ ടു ആദ്യത്തെ ഇക്വേഷൻ കൊടുക്കാം. 20 - 9d ആണ് അല്ലേ. അപ്പോൾ എത്രയാണ്? 20 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. 20 + 9 എന്ന് പറയുന്നത് എത്രയാണ്? 29. സോ എയുടെ വാല്യൂവിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടിയത്? 29. സോ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഇതാണ്ട് ഇവിടെ ഡി, ഓപ്ഷൻ ഡി 29 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 6000 രൂപയ്ക്ക് 3 വർഷത്തേക്ക് ലഭിച്ച സാധാരണ പലിശ 1080 രൂപയാണെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര ശതമാനമാണ്? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? I = PNR/100 ആണ് അല്ലേ. I = PNR/100 എന്നുള്ളതാണ് ഇക്വേഷൻ. ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത 6000 ഇൻറ്റു 3 വർഷം ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 100 അത് ഈക്വൽ ടു എത്ര എന്ന് തന്നിട്ടുണ്ട്? 1080 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടുന്ന് 6 കണ്ട് പിടിച്ചാൽ മതി. നമുക്ക് നേരെ ഇതെല്ലാം ബാക്കിയെല്ലാം അങ്ങ് അപ്പുറത്തേക്ക് പോകണം ആണല്ലോ. സോ 6 എന്ന് പറയുന്നത് എന്ത് വരും? R ഈസ് ഈക്വൽ ടു 1080 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 6000 ഇൻറ്റു 3. അപ്പോൾ ഇവിടെ 3 സീറോസ് ഉണ്ട്. അതായത് നമുക്ക് 3 ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ വരുന്നതെന്ന് പറയുന്നത് 6 അല്ലേ. നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യാം. 3 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്രയാണ്? 3 9, 6 3 18. വീണ്ടും 6ന് ഇത് വീണ്ടുമ്പോൾ 6 എന്ന് വരും. സോ 6 എന്ന് പറയുന്നത് 6. ആൻസർ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ 6 എന്ന് പറയുന്നത് 6 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഉണ്ടല്ലോ. 6 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി കറക്റ്റാണ്. നെക്സ്റ്റ് 6 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 36. ഇവയിൽ ആദ്യത്തെ 5 സംഖ്യകളുടെ ശരാശരി 35 എന്നാണ്. സോ 5 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എത്രയാണ്? 35 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 5 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 35. അപ്പോൾ 5 സംഖ്യയുടെ തുക നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എന്തോ 35 ഇൻറ്റു 5 എത്ര കിട്ടും? 5 ഇൻറ്റു 5 25, 50 175 എന്ന് കിട്ടും. ആണേ 175 എന്ന് കിട്ടും. 175 എന്ന് കിട്ടുവേ. 175 എന്നാണ് ഇവിടെ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 6 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എത്രയാണ്?
6 സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കുകയാണെങ്കിൽ 175 പ്ലസ് ആറാമത്തെ സംഖ്യ എക്സ് എന്നെടുക്കുക, അവസാനത്തെ സംഖ്യ ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 36. സോ എക്സ് ഈസ് ഈക്വൽ ടു 36 ഇൻറ്റു 6 ഈസികൾ 36 ഇൻറ്റു 6 എത്ര കിട്ടും? 216 കിട്ടും. 216. അപ്പോൾ 216 മൈനസ് 175. 216 മൈനസ് 175 അത് എത്രയെന്ന് കിട്ടും നോക്കുക. മേളിലോട്ട് ചെയ്ത് കാണിക്കാം. 216 മൈനസ് 175. അപ്പോൾ സോ 1 എത്ര 20 11/17. 11/17 എന്ന് പറയുന്നത് എത്രയാണ്? 31. ഓപ്ഷൻ്റെ അകത്ത് 31 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. സോറി 31 അല്ലല്ലോ 41. ഓക്കെ 41. സോ 41 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ ഉണ്ടല്ലോ, 41 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആണ്. സോ എ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ ഈസ് ടു ബി എന്ന് പറയുന്നത് 4ഉം ബി ഈസ് ടു സി എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 3:4 അല്ലേ? 3:4. ബി ഈസ് ടു സി എന്ന് പറയുന്നത് 5:8 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എ ഈസ് ടു ബി ഈസ് ടു സി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 3:4 അല്ലേ, ആൻഡ് 5:8 അങ്ങനെയാണെങ്കിൽ ഇവിടെ LCM ആണ് നോക്കുന്നത്. സോ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 50:20. 4 × 5 20 ആൻഡ് 4 × 8 ചെയ്യുക. എത്ര? 32. ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഒന്ന് ഇതിനെ നമുക്ക് ചെറുതാക്കിയും വേണമെങ്കിൽ എഴുതാം. ഇതിനെ ഒന്നുകൂടി ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നത് എത്രയാണ്? നമുക്ക് 5 വെച്ച് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ ഇതിനെ ഒന്നും ചെറുതാക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ആൻസറിൻ്റെ അകത്ത് ഓപ്ഷൻ ഉണ്ടല്ലോ സി അല്ലേ? ആൻസർ സിക്കകത്ത് ആ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സോ ഇവിടെ നമുക്ക് ചെറുതാക്കേണ്ട, അപ്പോൾ ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ. ഓക്കെ, അടുത്ത ഒരു ക്ലോക്ക് 3:03 മണി എന്ന സമയം കാണിക്കുമ്പോൾ അതിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ് അല്ലേ? മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 30h മൈനസ് 11/2m ആണല്ലോ. അപ്പോൾ എത്ര? 30 ഇൻറ്റു അവർ എന്ന് പറയുന്നത് എത്രയാണ്? 3 മൈനസ് 11/2m എന്ന് പറയുന്നത് എത്ര? 30. സോ ഇവിടെ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 50. ദാറ്റ് ഈസ് 90 മൈനസ് എത്ര? 15 × 11 165. 165 90 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 165 മൈനസ് 90 എത്ര? 5. 7 ആണല്ലോ. സോ 75 ഡിഗ്രി എന്ന് പറഞ്ഞ ആൻസർ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷനിൽ 75 ഡിഗ്രി എന്നുണ്ടല്ലോ. സോ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, ഒരു ക്ലാസ്സിലുള്ള 48 കുട്ടികളെ ലഭിച്ച റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചപ്പോൾ തോമസിൻ്റെ സ്ഥാനം 1-ൽ നിന്ന് 22ഉം എന്നാൽ തോമസിൻ്റെ സ്ഥാനം പിന്നിൽ നിന്ന് എത്രയാണെന്നാണ് അല്ലേ? നമുക്ക് ഇത് വേറൊരു രീതി അവർ ചോദിക്കും അല്ലേ? മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കണ്ടിട്ട് തോമസിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ആ ടോട്ടൽ എത്ര കുട്ടികളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ? ടോട്ടൽ കുട്ടികൾ 48 ആണല്ലോ.
നമ്മൾ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? അപ്പോൾ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസറിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതി അല്ലേ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എന്താ, മുന്നിൽ നിന്നുള്ളതുണ്ട് അല്ലേ, 22 ഉണ്ട്. അതിൽ നിന്ന് പിന്നിൽ നിന്നുള്ള സ്ഥാനമാണ് കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ. സോ 48ൻ്റെ കൂടെ ഒരു 1 കൂടെ ആഡ് ചെയ്ത് 49 ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടേണ്ട y എന്ന് പറയുന്നത് എത്രയാണ്? 49 മൈനസ് 22 ആണ്. സോ 27 ആണ്. ഓപ്ഷൻ നോക്കുക, 27 ഉണ്ടല്ലോ. ആൻസർ 27 എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 27. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ a = -b അല്ല ഇവിടെ ചേഞ്ച് ചെയ്യുകയാണ് അല്ലേ, വില എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? 56 എ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ്. പിന്നെ 5 അതിനുശേഷം ബി എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റൂന് ഈക്വലാണ്. 4 സിക്ക് പ്ലസ് ആണ്. അതിനുശേഷം 6 അല്ലേ, 6 കഴിഞ്ഞിട്ട് ഡിക്ക് ഡിവിഷനാണ് ആണല്ലോ. അതിനുശേഷം 2. സോ ബോർഡ് മാസ് എന്ന് ഏതാണോ കൊടുക്കേണ്ടത്. അപ്പോൾ 56 മൈനസ് 20 പ്ലസ് 3 എത്രയാണ്? 6 3 പ്ലസ് 3 ദാറ്റ് ഈസ് = 39. ഓപ്ഷനിൽ നോക്കുക, 39 ഉണ്ടല്ലോ. സോ 39 ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഒരാൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്, സോ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് അല്ലേ, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 8 മീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 3 മീറ്റർ സഞ്ചരിച്ചു. പിന്നീടും വലത്തോട്ട് തിരിഞ്ഞിട്ട് 12 മീറ്റർ സഞ്ചരിച്ചു. 12 മീറ്റർ സഞ്ചരിച്ചു. യാത്ര ആരംഭിച്ച സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അയാൾ എത്ര അകലത്തിലായിരിക്കും എന്നാണ് ചോദ്യം. സോ ഇവിടെ ഇതാണ്, ഈ ഒരു സ്ട്രക്ചർ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ബാക്കി ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം. ടോട്ടൽ 12 അല്ലേ, ഇവിടെ 4 ആണല്ലോ. ഇതെത്ര? 3 തന്നെയാണ് അല്ലേ. അപ്പം നമ്മൾ പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് ചെയ്യുവാണെങ്കിൽ എത്ര? ഇവിടെ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് = √4² + 3² എന്നിടാം. സോ = എത്രയാണ്? 16 + 9 ദാറ്റ് ഈസ് √25 ആൻസർ 5 എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ്റെ അകത്ത് 5 ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. സോ അവിടുത്തെ ആൻസർ 5 മീറ്റർ ആണ്. ക്ലിയർ ആണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതെന്നാണ് എഴുതേണ്ടത്. ഒരു സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതെന്നാണ് എഴുതേണ്ടത്. 3, 10, 29. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ 3 തമ്മിൽ ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഡിഫറൻസ് ആണെങ്കിൽ 7, ഇവിടോ 29ഉം 19 ആണ് അല്ലേ. അപ്പം അത് തമ്മിൽ വലിയ റിലേഷനൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് ചെയ്ത് നോക്കിയാൽ പറ്റത്തില്ല. അപ്പോൾ വേറൊരു മാർഗ്ഗമാണ് നമുക്ക് എടുക്കേണ്ടത്. സോ 3 കഴിഞ്ഞിട്ട് അല്ലേ, അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ 3 കഴിഞ്ഞിട്ട് 3² + 1 എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 10 കിട്ടും അല്ലേ. അടുത്തതാണെങ്കിൽ 3 ക്യൂബ് എടുക്കുവാണെങ്കിൽ +1 എടുത്താലോ, 27 + 1 എടുക്കല്ല, 27 + 2 എടുക്കുക അല്ലേ. 3 ക്യൂബ് + 2 എടുക്കുക. അപ്പോൾ എത്രയായി? 29 കിട്ടുമല്ലോ. സോ അടുത്തത് എന്തുമായിരിക്കും? 3⁴ + 3 ആയിരിക്കും. അപ്പോൾ അത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 3⁴ എന്ന് പറയുമ്പോൾ 81 അല്ലേ. 81 + 3 അപ്പോൾ 84. ഈ ഒരു പാറ്റേൺ 84 ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ഓപ്ഷൻ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, ആ ക്വസ്റ്റ്യൻ അവിടെ കിടക്കട്ടെ. അത് ക്ലാസ് ഒന്നുകൂടെ ഞാൻ ചെയ്യാവേ. ഓക്കെ, സോ
സോ അവിടുത്തെ പ്രൊവിഷണൽ ആൻസർ കീ എന്ന് പറയുന്നത് നമ്മുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം PSC പറഞ്ഞിരിക്കുന്ന ആൻസർ PSC ഒരു ആൻസർ ഇട്ടേക്കുന്നത് ഞാൻ പറയാം. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് 66 ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, 66 ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, സോ നമ്മൾ ചെയ്യുമ്പം 66 എന്ന് പറയുന്ന ഒരു പാറ്റേൺ സംഖ്യാശ്രേണി അല്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത് ലാസ്റ്റ് വരുമ്പോൾ ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭാരതീയ നഗര സുരക്ഷാ സംഹിത 2023 പ്രകാരം സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പകരം സമൻസ് കൈപ്പറ്റാവുന്നത് ആർക്ക്? ഓക്കെ, 2023 ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത വന്നത്. അപ്പോൾ ഇത് പ്രകാരം സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പകരം ആർക്കാണ് കണ്ടെത്താൻ കഴിയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആർക്കാണ്? അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്ന കുടുംബത്തിലെ പ്രായപൂർത്തിയായ അംഗത്തിന് മാത്രമാണ്. ഓക്കെ, അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്ന കുടുംബത്തിലെ പ്രായപൂർത്തിയായ അംഗത്തിന് മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കുറ്റിക്കാടിന് പിന്നിലാണ് ഇസഡ് ഉള്ളത് എന്ന് എയ്ക്കറിയാം, എന്നാൽ ബിക്ക് അതറിയില്ല. അപ്പം എയ്ക്ക് അറിയാം, ബിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ബിക്ക് അറിഞ്ഞുകൂടാ. ഇസഡ് മരണപ്പെടണം എന്ന ഉദ്ദേശത്താൽ ബിയെ കൊണ്ട് എ ആ കുറ്റിക്കാട്ടിലേക്ക് വെടിവെപ്പിക്കുകയും ഇതുമൂലം ഇസ മരണപ്പെടുകയും ചെയ്തു. താഴെ പറയുന്നവയിൽ ശരിയായത് ഏതെന്നാണ്? ഓക്കെ, ബി കൊലപാതക കുറ്റം ചെയ്തു. ബി കൊലപാതക കുറ്റം ചെയ്തോ? ഇല്ല, ബി ചെയ്തിട്ടില്ല. കാരണം ബിക്ക് അറിഞ്ഞുകൂടാ അവിടെ ഇസഡ് ഉണ്ടെന്നുള്ളത്, അല്ലേ? ആക്സിഡൻറ്റിൽ വരില്ല. അപ്പോൾ ഇത് തെറ്റല്ലേ? ഒന്നാമത്. ബി കുറ്റമൊന്നും ചെയ്തിട്ടില്ല. എ കുറ്റകരമായ നരഹത്യ ചെയ്തു. അത് ശരിയാണ്. എ ബി കുറ്റകരമായ നരഹത്യ ഉത്തരവാദിയാണ്. ബി ഇല്ല, ബിക്ക് അറിഞ്ഞുകൂടാ, അല്ലേ? അറിയാതാണ് അയാൾ വെച്ചത്. എ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എയിലെ കുറ്റം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, നമുക്ക് ലോജിക്കലി ചിന്തിച്ച് ആൻസർ ചെയ്തേണ്ട ഒരു ചോദ്യമായിരുന്നു. നെക്സ്റ്റ്, 2023 ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 76 പ്രകാരം ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കുക എന്ന ഉദ്ദേശത്തോടെ ആക്രമിക്കുന്നതോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുന്നതോ കുറ്റകൃത്യമാവുന്നത് ആയത് ഇവരിൽ ആര് ചെയ്യുമ്പോഴാണ്? ഓക്കെ, താഴെ പറയുന്നവയിൽ ആര് ചെയ്യുമ്പോഴാണ് അത് കുറ്റക്കാരനാണ്? ഏതൊരാൾ ചെയ്താലും അത് കുറ്റമാണ്. തിരക്കേറിയ ഒരു തെരുവിൽ വെച്ച് ബിയുടെ കയ്യിൽ നിന്ന് എ വേഗത്തിൽ ഒരു മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് ഓടിപ്പോകുന്നു. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ഈ കുറ്റകൃത്യം എന്ന് പറയുന്നത് സ്നാച്ചിങ്ങിൽ വരും. ഓക്കെ, സ്നാച്ചിങ്ങിലാണ് വരുന്നത്. മൊബൈൽ ഫോണിൻ്റെ തട്ടിയെടുപ്പൊക്കെ വരുന്നത് സ്നാച്ചിങ്ങിലാണ്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 96 പ്രകാരം ഒരു സെർച്ച് വാറണ്ട് സാധുവായി തുടരുന്ന പരമാവധി കാലയളവ്. ഇപ്പം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 96 പ്രകാരം ഒരു സെർച്ച് വാറണ്ട് സാധുവായി തുടരുന്ന പരമാവധി കാലയളവെന്ന് പറയുന്നത് ഏതാണ്? പ്രത്യേക പരമാവധി കാലയളവ് പരാമർശിച്ചിട്ടില്ല. ഓക്കെ, പോലീസ് കസ്റ്റഡിയിലെ പ്രതി കുറ്റസമ്മതം നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഈ കുറ്റസമ്മതം മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ വെച്ചാണെങ്കിൽ ഈ പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണെന്നുള്ളതാണ്. താൻ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധം ഒരു പ്രത്യേക സ്ഥലത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് പോലീസ് കസ്റ്റഡിയിലിരിക്കെ പ്രതി പോലീസിന് മൊഴി നൽകുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ ആയുധം പ്രതി പറഞ്ഞ സ്ഥലത്തു നിന്നും കണ്ടെടുക്കുന്നുവെങ്കിൽ ആയുധം സൂക്ഷിച്ച സ്ഥലത്തെ സംബന്ധിച്ചു പ്രതി നൽകിയ വിവരം അത്രത്തോളം പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ്. അതാണ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. കേരള പോലീസ് ആക്ട് 8 പ്രകാരം ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയുന്നതിനുള്ള അവകാശം ആർക്കാണ്?
ഏതൊരു പൗരനും ഉണ്ട്. നെക്സ്റ്റ്, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് 20 ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്സും ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, മാത്സും പിന്നെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളും വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.